നിങ്ങളുടെ പ്രാക്ടിക്കൽ ഷീറ്റിലെ ഷീറ്റ് നമ്പർ 9 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഷീറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഷീറ്റാണ്. ഇതിനകത്ത് കുറച്ച് എക്സൽ ഫംഗ്ഷൻസ് ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അത് കഴിഞ്ഞാണ് ഫിറ്റിങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്റ്റാൻഡർഡൈസ്. തന്നിരിക്കുന്ന ഒരു വാല്യൂവിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനാണ് നമ്മൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സപ്പോസ് എക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആണ് വിത്ത് മീൻ 2 ആൻഡ് വേരിയൻസ് 4 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡർഡൈസ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എക്സ് മൈനസ് 2 ബൈ 4ന്റെ വാല്യൂ, 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ 4ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ 20 എന്ന് കൊടുത്താൽ 20 മൈനസ് 2 ബൈ 4, അതാണ് സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ ഓഫ് എക്സ്. അതാണ് നമുക്ക് സ്റ്റാൻഡർഡൈസ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് റിട്ടേൺ കിട്ടുന്ന വാല്യൂ. അടുത്തൊരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നോം ഡിസ്റ്റ് എന്നുള്ളതാണ്. നോം ഡിസ്റ്റ് എന്ന ഫംഗ്ഷനിൽ നമുക്ക് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ടൈപ്പുള്ള പ്രോബബിലിറ്റീസ് ആണ് കിട്ടുന്നത്. അപ്പോൾ എയുടെ വാല്യൂ നമ്മൾ എടുത്തു കൊടുത്താൽ എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, നോർമൽ റാൻഡം വേരിയബിൾ ആണ് വിത്ത് മീൻ 2 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ആണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ എ നമുക്ക് 2 ആണ്, അതായത് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നോം ഡിസ്റ്റ്. അപ്പോൾ നോം ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താണെന്ന് ചോദിക്കും. എയുടെ വാല്യൂ 2 ആണെന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ ഏത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതായത് കറസ്പോണ്ടിങ് മീൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നും ചോദിക്കും. അതും അടിച്ചു കൊടുത്താൽ നമുക്ക് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് കിട്ടുന്നത്. അതായത് ആ പ്രോബബിലിറ്റി ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ ആണ് നോംസ് ഡിസ്റ്റ്. നോംസ് ഡിസ്റ്റ് ഈ ഫംഗ്ഷനിൽ നിന്ന് ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു എസ് ഉണ്ട്. ആ എസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്ന എസ് ആണ്. ഈ നോം ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി റിട്ടേൺ ചെയ്യുമെങ്കിൽ നോംസ് ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നോംസ് ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ മാത്രമേ ചോദിക്കൂ അവര്. അവിടെ എക്സ് അല്ല സെഡ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എന്താണെന്ന് ചോദിക്കും. ആ എ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് കിട്ടും. അതായത് എയേക്കാൾ ചെറുതാകാനുള്ള പ്രോബബിലിറ്റി, സെഡ് വാല്യൂ എയേക്കാൾ ചെറുതാകാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. അതായത് ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവെങ്കിൽ എ ഇവിടെയാണെങ്കിൽ ഈ പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. ഇത്തരം പ്രോബബിലിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് നോംസ് ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നാലാമത്തെ ഫംഗ്ഷനാണ് നോം ഇൻവ്, നോർമൽ ഇൻവേഴ്സ് എന്ന മീനിങ്ങിൽ. ഇവിടെ നമുക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂ അടിച്ചു കൊടുത്താൽ, ആൽഫ വാല്യൂ അടിച്ചു കൊടുത്താൽ കറസ്പോണ്ടിങ് എ ആണ് കിട്ടുന്നത്. അതായത് നമുക്കറിയേണ്ടത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വാല്യൂ വരുമ്പോഴാണ് 0.4 ആവുന്നത്. അതായത് ഏത് വാല്യൂവിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി 0.4 ആകുന്നതെന്ന് അറിയണം. ആ വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് നോം ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോംസ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നോംസ് ഇൻവ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നാലാമത്തെ ഫംഗ്ഷനുമായിട്ട് അതിനുള്ള വ്യത്യാസം ഇവിടെ ഒരു എസ് ഉണ്ടെന്നുള്ളത് മാത്രമാണ്. അത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യും. ഇവിടെ എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. നമ്മൾ നാലാമത് പറഞ്ഞ ഫംഗ്ഷനിൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ, മ്യൂ ആൻഡ് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു. ഇവിടെ അഞ്ചാമത്തേതിൽ മീനും വേരിയൻസും 0യും 1ഉം ആയത്. മ്യൂ ഇസ് ഈക്വൽ ടു 0 ആൻഡ് വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇൻവേഴ്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നോംസ് ഇൻവ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഫംഗ്ഷൻ അറിഞ്ഞിട്ട് വേണം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിങ്ങിലേക്ക് കിടക്കാൻ. ഒരു പ്രോബ്ലം നോക്കുക. എക്സ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പ്രോബ്ലം ആണ്. എക്സ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടത് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതിന്റെ ആൻസർ എക്സിൽ നിന്ന് നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾക്കറിയാം പ്രോബബിലിറ്റി വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ, അതായത്
സ്റ്റാൻഡേർഡ് നോർമലിന്റെ പ്രോബബിലിറ്റി വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നോംസ് ഡിസ്റ്റ്. അപ്പോൾ നോംസ് ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എക്സൽ എടുക്കുന്നു, ഈക്വൽ സൈൻ അടിക്കുന്നു, നോംസ് ഡിസ്റ്റ്. നോംസ് ഡിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇസഡ് ക്യുമുലേറ്റീവ് അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇസഡ് നമുക്ക് അറിയേണ്ടത് 3ക്ക് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ ആണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 3, ക്യുമുലേറ്റീവ് ചോദിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ട്രൂ ആണ് കൊടുക്കുന്നത്. എൻ്റർ അടിക്കുമ്പോൾ 3ക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി വാല്യൂ കിട്ടും. അത് ശരിയുമാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഏരിയ പ്രോപ്പർട്ടി ഓഫ് നോർമൽ അനുസരിച്ച് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 99% വരും. ഇനി നമുക്ക് പ്രോബബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രോബബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, 1 മൈനസ് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ 2. അപ്പോൾ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ 2 നോംസ് ഡിസ്റ്റ് വെച്ച് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുക. 1 അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ഈക്വൽ അടിക്കുക, 1 മൈനസ് നോംസ് ഡിസ്റ്റ്. സെഡിന്റെ വാല്യൂ 2, ക്യുമുലേറ്റീവ് ആയതുകൊണ്ട് ട്രൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇത്തരം പ്രോബബിലിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കുക. ഫൈൻഡ് കെ സച്ച് ദാറ്റ് പ്രോബബിലിറ്റി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇസ് ഈക്വൽ ടു 0.3461. അതായത് ഏത് സ്റ്റാൻഡേർഡ് നോർമൽ വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പ്രോബബിലിറ്റി 0.3461 ആകുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമലിന്റെ ഇൻവേഴ്സ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കെ കണ്ടുപിടിക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നോംസ് ഇൻവ്. ഓക്കെ, നോംസ് ഇൻ വെച്ച് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെയാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ ഈക്വൽ സൈൻ അടിക്കുക, നോംസ് ഇൻവ്. അപ്പോൾ പ്രോബബിലിറ്റി ചോദിക്കും, അതായത് 0.3461 ആണ് നമ്മുടെ പ്രോബബിലിറ്റി. അപ്പോൾ മൈനസ് 0.395 ലെഫ്റ്റ് സൈഡിലേക്കാണ് പ്രോബബിലിറ്റി 0.3461 ആകുന്നതെന്ന് അറിയാം. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫിറ്റിംഗ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്? അപ്പം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ഡേറ്റ ഇതാണ്. ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, മ്യൂ ആൻഡ് സിഗ്മ. മ്യൂ അതിന്റെ മീനും സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. അപ്പോൾ മ്യൂ അല്ലെങ്കിൽ മ്യൂ ക്യാപ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസീസിന്റെ സം. അപ്പൊ നമുക്ക് എക്സ് ഐ വേണം, എഫ് ഐ വേണം, എക്സ് ഐ എഫ് ഐ വേണം, അതിന്റെ സം വേണം, അതിനെ ക്യാപിറ്റൽ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മീൻ കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ കിട്ടുന്നത് ഇങ്ങനെയാണ്, സ്ക്വയർ റൂട്ട് ഓഫ് 1 ബൈ എൻ, 1 ബൈ ക്യാപിറ്റൽ എൻ ആണ് കേട്ടോ, 1 ബൈ ക്യാപിറ്റൽ എൻ സിഗ്മ എക്സ് ഐ സ്ക്വയർ എഫ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഡേറ്റ ആയതുകൊണ്ട് എക്സ് ഇതിന്റെ മിഡ് വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിഡ് വാല്യൂ ആയിട്ടാണ് എക്സ് എടുക്കുന്നത്. എഫ് തന്നിരിക്കുന്നത് തന്നെ. അപ്പൊ നമുക്ക് എക്സൽ ചെയ്യാം. എക്സൽ ഞാൻ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് രണ്ടായിട്ടാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് എക്സ് വേണം, എക്സ് അല്ലെങ്കിൽ മിഡ് എക്സ് വേണം. അപ്പൊ മിഡ് എക്സ് എന്ന കോളം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ അപ്പർ ബൗണ്ട് പ്ലസ് ലോവർ ബൗണ്ട് പ്ലസ് ഒന്നാമത്തെ അപ്പർ ബൗണ്ട്
സോറി, ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡിവിഷൻ പോസിബിൾ ആയിരുന്നു. ടു കൊണ്ട് ഡിവൈഡ് ചെയ്തും കൂടി എഴുതിയാൽ ഒരു കോളം ഒഴിവാക്കാം നമുക്ക്. ഓക്കെ, 61 എന്ന് മിഡ് എക്സ് കിട്ടി. താഴേക്ക് ഡ്രാഗ് ചെയ്താൽ, ഈ കോളം വേണ്ട, താഴേക്ക് ഡ്രാഗ് ചെയ്താൽ എല്ലാ ഡേറ്റയുടെയും മിഡ് എക്സ് കിട്ടും. ഇനി നമ്മൾ എഫ് വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫ്രീക്വൻസി വാല്യൂസ്, ഫ്രീക്വൻസി ഇങ്ങനെയായിരുന്നു: 5, 18, 42, 27, 8. ഓക്കെ, ഇനി നമുക്ക് എക്സ് സ്ക്വയർ എഫ് എന്നൊരു കോളം വേണം. അതായത് എക്സ് സ്ക്വയർ ചെയ്യണം, അതിന്റെ കൂടെ എഫ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമ്മുടെ എക്സ് മിഡ് എക്സ് ആണ്, അപ്പർ ബൗണ്ടോ ലോവർ ബൗണ്ടോ അല്ല. അപ്പൊ മിഡ് എക്സ് സ്റ്റാർ അഗെയിൻ മിഡ് എക്സ് സ്റ്റാർ എഫ്. അപ്പൊ എക്സ് സ്ക്വയർ എഫിന്റെ വാല്യൂ കിട്ടും. ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ കറസ്പോണ്ടിങ് എക്സ് സ്ക്വയർ എഫുകൾ കിട്ടും. ഇതിന്റെ സം വേണം, ഓട്ടോ സം യൂസ് ചെയ്തതിന്റെ സം കണ്ടുപിടിക്കുന്നു. എഫിന്റെയും സം വേണം, അതും ഓട്ടോ സം യൂസ് ചെയ്ത് എഫിന്റെയും സം കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് മീൻ അല്ലെങ്കിൽ മീനിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എക്സ് എഫ് വേണമായിരുന്നു. അപ്പൊ നമ്മൾ അത് ചെയ്യേണ്ടതായിരുന്നു, ഇടയ്ക്ക് എക്സ് എഫ് എന്നൊരു കോളം വേണമായിരുന്നു മീൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈക്വൽ സൈൻ അടിക്കുന്നു, എക്സ് ഇൻറ്റു എഫ്, എക്സ് സ്റ്റാർ എഫ്. ഓക്കെ, അപ്പോൾ മീൻ കണ്ടുപിടിക്കാൻ എക്സ് എഫിന്റെ സമ്മിനെ, അതായത് ഇവിടെ 6745, അതിനെ എഫിന്റെ സം കൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ SQRT എന്നുള്ളതാണ്. സ്ക്വയർ റൂട്ട് ഓഫ്, ബ്രാക്കറ്റ് ശ്രദ്ധിച്ചിടുക, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ എഫ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ എഫ് എന്ന് പറയുന്നത് ഈ സം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ 100 എന്ന് അടിച്ചു കൊടുക്കുകയോ സെല് സെലക്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം, മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ, അതായത് മീനിന്റെ സ്ക്വയർ, മീൻ അഗെയിൻ സ്റ്റാർ അതേ സെല്ല് തന്നെ. എല്ലാ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യണം, എന്നാലേ ആൻസർ കിട്ടൂ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.9 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് തിയറട്ടിക്കൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ തിയറട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഞാൻ വേറൊരു കോളമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ ലോവർ ബൗണ്ടുകളുടെ ആവശ്യമില്ല, അപ്പർ ബൗണ്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അപ്പർ ബൗണ്ട് എന്നൊരു കോളം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ അപ്പർ ബൗണ്ട് നമ്മൾ തിയറട്ടിക്കലി ചെയ്യുന്നത് പോലെ -∞ എന്ന് അടിച്ചു കൊടുക്കുക. -∞ സിമ്പിൾ യൂസ് ചെയ്ത് ചെയ്യാം, അതിനേക്കാൾ എളുപ്പം -∞ എന്ന് അടിച്ചു കൊടുക്കുക. പിന്നീട് താഴേക്ക് വേണ്ടത് ഈ അപ്പർ ബൗണ്ടുകളുടെ അഡ്ജസ്റ്റഡ് അപ്പർ ബൗണ്ട് ആണ്. ഇത് നിങ്ങൾക്കറിയാം, കണ്ടിന്യൂസ് ക്ലാസ് അല്ലായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടി എല്ലാ അപ്പർ ബൗണ്ടിന്റെ കൂടെയും 0.5 ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അപ്പർ ബൗണ്ട് കിട്ടേണ്ടത് 62ന്റെ കൂടെ 0.5 ആഡ് ചെയ്ത വാല്യൂ ആണ്. അപ്പോൾ ഞാൻ 62ന്റെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, പ്ലസ് 0.5. ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ താഴേക്കുള്ള അപ്പർ ബൗണ്ടുകളെല്ലാം കിട്ടും. ലാസ്റ്റ് അപ്പർ ബൗണ്ട് ഞാൻ +∞ എന്ന് അടിച്ചും കൊടുക്കുന്നു. ഓക്കെ, ഇനി -∞ നേരെയുള്ള കോളത്തിൽ 0 അടിച്ചു കൊടുക്കുന്നു. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 62.5ന് നേരെ കഴ്സർ കൊണ്ടുവരിക, ഈക്വൽ സൈൻ അടിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ നോം ഡിസ്റ്റ് എന്നുള്ളതാണ്. എക്സ് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടിച്ചു കൊടുക്കുക, കോമ മീൻ വാല്യൂ എന്താണെന്ന് ചോദിക്കും. ഇവിടുത്തെ എക്സിന്റെ വാല്യൂ, മീൻ വാല്യൂ 67.45, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.9. ട്രൂ എന്ന് കൊടുക്കുക. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്.
ഇനി ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിന്റെ വാല്യൂ കിട്ടും. പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളതിന്റെ നേരെ 1 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ സെല്ലിലാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത് തിയറട്ടിക്കലി എഫ് ഓഫ് എക്സ് എന്ന വാല്യൂ കണ്ടുപിടിക്കാറില്ലേ നമ്മൾ, അതാണ് അവിടെ കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് ഡെൽറ്റ എഫ് എക്സ് ആണ് വേണ്ടത്. ഡെൽറ്റ എഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കുന്നത് 0.04 എന്ന സെല്ലിന് നേരെയാണ്. ഈക്വൽ സൈൻ അടിക്കുന്നു. അവിടെ ചെയ്യുന്നത് ഈ 0.04391 എന്ന സെല്ലിൽ നിന്നും ഈ 0 വാല്യൂ മൈനസ് ചെയ്താണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പൊ രണ്ട് സെല്ലും സെലക്ട് ചെയ്തെടുത്ത് ആൻസർ കണ്ടുപിടിക്കുക. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഓരോ സെല്ലിൽ നിന്നും തൊട്ട് മുമ്പിലത്തെ സെല്ല് സബ്ട്രാക്ട് ചെയ്ത ആൻസർ കിട്ടും. അപ്പൊ ഡെൽറ്റ എഫ് എക്സ് നമുക്ക് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാപിറ്റൽ എൻ ഇൻറ്റു ഡെൽറ്റ എഫ് എക്സ് ആണ് വേണ്ടത്. അതായത് ഓരോ സെല്ലിനെയും ക്യാപിറ്റൽ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടണം. അപ്പൊ ക്യാപിറ്റൽ എൻ ഇവിടെ നമുക്ക് 100 ആണ്. അപ്പൊ 100 സ്റ്റാർ ഇവിടെ 0 എന്ന വാല്യൂ അടിച്ചു കൊടുക്കണമായിരുന്നു. എന്നാലേ നമ്മൾ ഈ ക്യാപിറ്റൽ എൻ ഡെൽറ്റ ഓഫ് എക്സ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുള്ളൂ. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 100 സ്റ്റാർ ഡെൽറ്റ എഫ് എക്സിന്റെ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എൻ ഇൻറ്റു ഡെൽറ്റ എഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് തിയറട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇതിനെ റൗണ്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ തിയറട്ടിക്കൽ ഫ്രീക്വൻസി ഈക്വൽസ് റൗണ്ട് ചെയ്യേണ്ട നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെസിമൽ നമ്പർ 0. താഴേക്ക് ഡ്രാഗ് ചെയ്താൽ കറസ്പോണ്ടിങ് തിയറട്ടിക്കൽ ഫ്രീക്വൻസീസ് കിട്ടും. എല്ലാ സെല്ലിലും തിയറട്ടിക്കൽ ഫ്രീക്വൻസി ആയി കഴിഞ്ഞു. നമ്മളുടെ ഫ്രീക്വൻസി ഇതായിരുന്നു. തിയറട്ടിക്കൽ ഫ്രീക്വൻസി ഇങ്ങനെയും കിട്ടി. തിയറട്ടിക്കൽ ഫ്രീക്വൻസിയുടെ സം ഒന്ന് ചെക്ക് ചെയ്തേക്കുക. 100 തന്നെയാണ്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ തിയറട്ടിക്കൽ ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.